നമസ്കാരം. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബേസിക് സയൻസിലെ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന ആദ്യ ചാപ്റ്റർ പരിചയപ്പെടാം. ഇവിടെ ആദ്യമായി നൽകിയിരിക്കുന്നത് ഒരു രക്ഷിതാവും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ്. ആ പേരൻ്റ് എന്താ പറയുന്നത് ശ്രദ്ധിച്ചേ. ഐ തിങ്ക് മൈ ഡോട്ടർ ഈസ് അണ്ടർ വെയ്റ്റ്. തൻ്റെ മകൾക്ക് വെയിറ്റ് കുറവാണെന്നും അവൾ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുള്ളൂ എന്നും ഞാൻ എന്ത് ചെയ്യുമെന്നാണ് അവർ ചോദിക്കുന്നത്. ഡോക്ടർ മറുപടിയായി പറയുന്നത് എന്താണ്? സ്ലൈറ്റ് വെയിറ്റ് ലോസ്റ്റ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ. ചെറിയ വെയിറ്റ് കുറവൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എൻഷുർ ആഡിക്വേറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കുട്ടിക്ക് ആവശ്യത്തിന് പോഷക ആഹാരം നൽകണം. അതായത് പോഷക സമൃദ്ധമായ ആഹാരം കുട്ടിക്ക് നൽകിയാൽ മതി എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന കോളം നോക്കൂ. ഇവിടെ നാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. സം ഫുഡ് ഐറ്റംസ് വി യൂഷ്വലി ഈറ്റ് ആർ ഗിവൺ ബിലോ ഇൻ ദ പിക്ചർ. ഇതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് ചോദ്യം. ഒന്നാമത്തെ കോളത്തിൽ സെറിൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. ബി എന്താണ് കൂട്ടുകാരെ? അത് ഫ്രൂട്ട്സ് ആണ്. സിയോ വെജിറ്റബിൾസ്. ഡി പൾസസ് എന്താണ്? പയറുവർഗ്ഗങ്ങൾ. ഇ ലീഫി വെജിറ്റബിൾസ്. ഇല കറികൾ. ഇനി താഴെ ഒരു കോളം നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് അവിടെ എഴുതാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കുന്നത് എഴുതാം. ലഞ്ചിന് എന്താണ്? ചോറ്, കറി. ഡിന്നറിന് ചപ്പാത്തി, ദാല്. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് പുട്ട്, കടല എന്ത് വേണമെങ്കിലും അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ 2 ചോദ്യം നൽകിയിട്ടുണ്ട്. വൈ ഡു വി ഈറ്റ് ഫുഡ്? നാം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? അടുത്ത ചോദ്യം വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ദ ഫുഡ്? നമുക്ക് ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? നോക്കാം ആൻസർ. വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണല്ലേ. അപ്പോൾ എന്താ പറയും? ഫുഡ് പ്രൊവൈഡ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മുടെ ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ആവശ്യമായ എനർജി നൽകുന്നത് ഫുഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ദ ഫുഡ്? നമുക്ക് ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? വി ഒബ്റ്റെയിൻസ് ന്യൂട്രീഷൻ ഫ്രം ദ ഫുഡ് ഐറ്റം. നമുക്ക് ആഹാരത്തിൽ നിന്ന് ന്യൂട്രീഷൻസ് ആണ് കിട്ടുന്നത്, പോഷക ഘടകങ്ങളാണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. വിച്ച് ആർ ദ മേജർ ന്യൂട്രീഷ്യൻസ്? നിങ്ങൾക്ക് ഏതൊക്കെ ന്യൂട്രീഷ്യൻസ് അല്ലെങ്കിൽ പോഷക ഘടകങ്ങൾ അറിയാം? പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ്. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ നോക്കി എഴുതുക. കൂട്ടുകാർ ശ്രദ്ധിച്ചേ. ചിത്രത്തിൽ കുറച്ച് കുട്ടികൾ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് അവർ ഓടിക്കളിക്കുന്ന ചിത്രം നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യു യൂഷ്വലി എൻഗേജ്ഡ് ഇൻ എ ഡേ? നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? നെക്സ്റ്റ് പേജിലേക്ക് നോക്കിക്കേ. ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഫ്രം വെയർ ഈസ് ദ എനർജി റിക്വയർഡ് ഫോർ ദീസ് ആക്ടിവിറ്റീസ് ഒബ്റ്റൈൻഡ്? നിങ്ങൾക്ക് ഈ പ്രവർത്തനം ചെയ്യാൻ ആവശ്യമായ എനർജി, ആ ഊർജം, അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഉത്തരം എന്താണ്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് കളിക്കാനുള്ള ഊർജം ലഭിക്കുന്നത്? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അല്ലേ. അപ്പോൾ എന്താണ് കാർബോഹൈഡ്രേറ്റ്? നമുക്ക് നോക്കാം. എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റൈൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്. എന്താണ് എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി? നമുക്ക് ശരീരത്തിന് ആവശ്യമായ എനർജി അതെവിടെ നിന്നാണ്? മെയിൻലി ഒബ്റ്റൈൻഡ് ഫ്രം, മെയിൻലി ഗെറ്റ് ഫ്രം
കാർബോഹൈഡ്രേറ്റ് നമുക്ക് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ. കാർബോഹൈഡ്രേറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫുഡ് ഐറ്റംസ്. കാർബോഹൈഡ്രേറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? ഫുഡ് ഐറ്റംസിലാണ്. ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, അത് വ്യത്യസ്ത രൂപത്തിലാണ്. എങ്ങനെയാണ്? ലൈക്ക് സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ആൻഡ് ഫൈബർ. അത് വ്യത്യസ്ത രൂപത്തിൽ സ്റ്റാർച്ച് അന്നജമായും, ഷുഗർ പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഫൈബർ എന്നീ രൂപത്തിലാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കാണാൻ കഴിയുക. സ്റ്റാർച്ച് അതായത് അന്നജം ഈസ് പ്രസൻറ്റ് ഇൻ അബണ്ടൻസ് ഓഫ് സെറിൽസ് ആൻഡ് ട്യൂബേഴ്സ്. നമുക്ക് സ്റ്റാർച്ച് എവിടെ നിന്നാണ് കിട്ടുന്നത്? ധാന്യങ്ങളിൽ നിന്നും. ട്യൂബേഴ്സ് എന്താണ്? ട്യൂബേഴ്സ് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നുമാണ് സ്റ്റാർച്ച് കിട്ടുന്നത്. ഇനി ഇവിടെ ഒരു ചോദ്യം ശ്രദ്ധിച്ചേ. ഡു ആൾ ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ സ്റ്റാർച്ച്? എല്ലാ ഫുഡ് ഐറ്റത്തിലും സ്റ്റാർച്ച് ഉണ്ടോ? എന്താ കൂട്ടുകാർക്ക് പറയാനുള്ളത്? എല്ലാ ഫുഡ് ഐറ്റത്തിലും സ്റ്റാർച്ച് ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഉത്തരം നോ എന്നാണ്. അത് തെളിയിക്കാൻ ഒരു എക്സ്പെരിമെൻ്റാണ് അടുത്തത് ചെയ്യാനുള്ളത്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ് വി ഈറ്റ്? നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിൽ അന്നജമുണ്ടോ എന്നൊരു എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിക്കണം. ഈ എക്സ്പെരിമെൻറ്റിന് പറയുന്ന പേരാണ് അയോഡിൻ ടെസ്റ്റ്. നമുക്കപ്പം അയോഡിൻ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ഈ ടെസ്റ്റ് നടത്താനായി ആവശ്യമായ സാധനങ്ങൾ, അതായത് മെറ്റീരിയൽസ് റിക്വയർഡ്: 2 ടെസ്റ്റ് ട്യൂബ്, മിൽക്ക്, ഡൈല്യൂട്ട് അയോഡിൻ സൊല്യൂഷൻ, റൈസ് വാട്ടർ 2 ടെസ്റ്റ് ട്യൂബ്, പാല്, നേർപ്പിച്ച അയോഡിൻ ലായനി, റൈസ് വാട്ടർ അതായത് കഞ്ഞിവെള്ളം. എന്താ ചെയ്യാനുള്ളത്? ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ് 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ടേക്ക് മിൽക്ക് ഇൻ 1 ടെസ്റ്റ് ട്യൂബ് ആൻഡ് റൈസ് വാട്ടർ ഇൻ അനദർ 1. ഒന്നിൽ റൈസ് വാട്ടർ ഒഴിക്കുക, മറ്റതിൽ പാലൊഴിക്കുക. ആഡ് 2 or 3 ഡ്രോപ്പ് ഓഫ് അയോഡിൻ സൊല്യൂഷൻ. ഓരോന്നിലും എന്ത് ചെയ്യുക? 2-3 തുള്ളി അയോഡിൻ സൊല്യൂഷൻ ഒഴിക്കുക. ടു ഈച്ച് ടെസ്റ്റ് ട്യൂബ് ഒബ്സർവ് ദ കളർ ചേഞ്ച് ഇൻ ബോത്ത് ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് നിങ്ങൾ ആ ടെസ്റ്റ് ട്യൂബിൽ വല്ല നിറം മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കുക. അയോഡിൻ സൊല്യൂഷൻ ഒഴിച്ച ടെസ്റ്റ് ട്യൂബിൽ 2ലും ഒഴിക്കണം. എന്നിട്ട് നിങ്ങൾ അതിൽ ഏതിലാണ് നിറം മാറ്റം വന്നതെന്ന് കണ്ടെത്തണം. ഏതിനകത്തായിരിക്കും? ഒബ്സർവേഷൻ. റൈസ് വാട്ടർ ടേൺഡ് ഇൻ ടു ഡാർക്ക് ബ്ലൂ കളർ. ഇതിൽ കഞ്ഞിവെള്ളത്തിനാണ് നിറമാറ്റം ഉണ്ടായത്. എന്തായി മാറി? ഡാർക്ക് ബ്ലൂ നിറത്തിലേക്ക് നമ്മുടെ റൈസ് വാട്ടർ മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിൽ അന്നജം അടങ്ങിയിട്ടുണ്ട്. ഇൻഫറൻസ് എന്താ? നിഗമനം. സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ റൈസ് വാട്ടർ. അന്നജം കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നു. നേരത്തെ എന്താ പറഞ്ഞത് നമ്മൾ? സ്റ്റാർച്ച് എന്തിലൊക്കെ അടങ്ങിയിരിക്കുന്നത്? സെറിൽസിലും ട്യൂബേഴ്സിലും, ധാന്യത്തിലും ട്യൂബേഴ്സിലുമാണ് സ്റ്റാർച്ച് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് കോളം ഒന്ന് നോക്കിക്കേ. ഫുഡ് ഐറ്റംസും ചേഞ്ച് ഇൻ കളർ വെൻ അയോഡിൻ സൊല്യൂഷൻ ആഡഡ്. അതായത് അയോഡിൻ ലായനി ചേർത്തപ്പോൾ നിറം മാറ്റമുണ്ടായവ ഏതെന്ന് എഴുതണം. പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങിൽ എന്താണത്? അത് ട്യൂബറാണല്ലേ. അപ്പോൾ ഡാർക്ക് ബ്ലൂ കളർ, അതിൽ അയോഡിൻ ഉണ്ട്. കുക്കമ്പറിൽ എന്താണ്? നോ കളർ ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ അതിൽ അയോഡിൻ ഇല്ല. മൈദയിൽ എന്തുണ്ട്? ഡാർക്ക് ബ്ലൂ കളറുണ്ട്. എഗ് വൈറ്റിൽ കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. കൂട്ടുകാരത് ആ ടെക്സ്റ്റിൽ എഴുതുക. ഇനി നെക്സ്റ്റ് പ്രോട്ടീനാണ്. ഇവിടെ എന്താ? ഇവിടെയും ഒരു പേരൻറ്റും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം നൽകിയിരിക്കുന്നു. നമുക്ക് നോക്കാം. ഡോക്ടർ, മൈ സൺ ആൾവേസ് സേസ് ഹീ ഫീൽസ് വെരി ടയേർഡ്. തൻ്റെ മകൻ എപ്പോഴും ക്ഷീണമുണ്ടെന്ന് പറയുന്നു. ഹി ഡസ് നോട്ട് ഹാവ് എൻ എനർജി ടു ഡു എനിത്തിങ്. അവന് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാനുള്ള ഊർജം ഇല്ല. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? ചൈൽഡ് ഹാസ് ഗ്രോത്ത് ഇഷ്യൂ. കുട്ടിക്ക് വളർച്ച പ്രോബ്ലം ഉണ്ട്. എന്ത് നൽകണം? ഗീവ് ഹിം ഫുഡ് ലൈക്ക് എഗ്, ഗ്രീൻ ഗ്രാം, ഗ്രൗണ്ട്നട്ട്, ഫിഷ്, മിൽക്ക് എക്സെട്ര. കുട്ടിക്ക് എന്ത്? പാലും മുട്ടയും കടലയും മീനും എല്ലാം നൽകണം. എന്തായി ഈ ആഹാരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഫുഡ് ഐറ്റത്തിൻ്റെ പ്രത്യേകത എന്താണ് കൂട്ടുകാരെ? ഇതെല്ലാം
പ്രോട്ടീൻ റിച്ച് ഫുഡാണല്ലേ. അപ്പോൾ എന്തിനാണ് ഈ പ്രോട്ടീൻ നമുക്ക് ആവശ്യം? നമുക്ക് നോക്കാം. പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം. എന്താണ് പ്രോട്ടീൻ്റെ ഫങ്ഷൻസ്? Protein is a nutrient essential for growth and body building. പ്രോട്ടീൻ എന്താണ്? ഒരു ന്യൂട്രീഷ്യൻ്റ് ആണല്ലേ. ഇത് എന്തിനാണ് നമുക്ക് ആവശ്യം? ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. നമുക്ക് ഗ്രോത്ത്, വളർച്ച. ബോഡി ബിൽഡിംഗ് എന്താണ്? ശരീരനിർമ്മിതി. നമ്മുടെ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പോഷകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത്, മസിൽസ്, ഹെയർ, സ്കിൻ. പിന്നെയോ നമ്മുടെ ത്വക്ക്, പേശികൾ, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ് പ്രോട്ടീൻ. മോറോവർ പ്രോട്ടീൻ പ്രൊവൈഡ് എനർജി. കൂടാതെ പ്രോട്ടീൻ നമുക്ക് എന്ത് ചെയ്യുന്നു? എനർജി, ഊർജം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ മനസ്സിലായല്ലോ. പ്രോട്ടീൻ എന്നെഴുതി ഇത്ര എഴുതി വയ്ക്കുക. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കുക. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കോസസ് ഡിസീസ് ലൈക്ക് കോഷോർക്കർ ആൻഡ് മരാസ്മസ്. അപ്പം ചോദ്യം എന്താണ്? പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ എന്തെഴുതണം? കോഷോർക്കറും മരാസ്മസും. ഉടൻ കുട്ടിയുടെ പടം കണ്ടിട്ടില്ലേ? കോഷോർക്കർ അഫക്റ്റഡ് കിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരാണത്. അത് എഴുതി വയ്ക്കുക. ഇനി നോക്കുക കൂട്ടുകാരെ, പ്രോട്ടീൻ ഈ താഴെ തന്നിരിക്കുന്ന പ്രോട്ടീൻ റിച്ച് ഫുഡ് ഐറ്റംസ് ആണ്. അത് ടെക്സ്റ്റിൽ നിങ്ങൾ ഫില്ല് ചെയ്താൽ മതിയാണ്. ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രീൻ പീസ്, അടുത്ത പനീർ, ചെസ്റ്റ്നട്ട്, ഗ്രൗണ്ട് നട്ട്, മീറ്റ്, ഫിഷ്, എഗ്ഗ് ആൻഡ് മിൽക്ക്. ഇത്രയും ടെക്സ്റ്റിൽ എഴുതി ചേർക്കാം. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിറ്റമിൻസും മിനറൽസും ഒക്കെ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.